ഞങ്ങളിന്ന് തലശ്ശേരി പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും ഉച്ചയായതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ബർഗറും ഗ്രേപ്പ് ജ്യൂസും ആണ് വാങ്ങിയത്. ചിക്കൻ ചീസ് ബർഗർ ആണ്. ഇതിന് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു, അതുപോലെ നല്ല ജ്യൂസി ആയിരുന്നു. ഞാൻ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും അതിന്റെ ഉള്ളിലെ ഫില്ലിങ്സ് അപ്പുറത്തോട് ഇപ്പുറത്തോട് എല്ലാം പുറത്ത് വരുന്നുണ്ട്. അതുപോലെ ഞാൻ ഗ്രേപ്പ് ജ്യൂസിന്റെ അത് ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വിത്തൗട്ട് ഷുഗറിൽ ജ്യൂസുകൾ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് ഇത് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അതിനുശേഷം ഏട്ടൻ വാങ്ങിയ മാങ്ങാ ജ്യൂസിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ലേശം കുടിച്ചു നോക്കി. പിന്നെ ഞങ്ങൾ പോയത് തലശ്ശേരി കടൽപ്പാലത്തിന്റെ അടുത്താണ്. ശരിക്കും സെറ്റ് സ്ഥലമാണ് ഇവിടെ സിനിമ ഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഈ ചുമരുകളൊക്കെ എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലെ ഓരോരോ ചുമരുകളിലും ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഞാൻ അവിടേക്ക് നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ ഞങ്ങളുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് തലശ്ശേരി മീൻ മാർക്കറ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുഡ് ഐറ്റം പരതിക്കൊണ്ടാണ്. ഏട്ടൻ പണ്ട് എപ്പോ വന്നപ്പോൾ ഇവിടെയുള്ള ഏതോ പീടിയെന്ന് കല്ലുമ്മക്കായ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കല്ലുമ്മക്കായ കഴിക്കണം, എന്തായാലും ഞാനത് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ഇനി ആടെ ചുറ്റാനുള്ള സ്ഥലം ബാക്കിയില്ല. അറിയുന്നതും അറിയാത്തതുമായ പല വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രാന്തന്മാരെ പോലെ. ഇടയ്ക്ക് തോന്നും ഇവനെ കെട്ടിയതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതൊക്കെ ഓവറല്ലേ, എന്തിനാ ഒരു ഫുഡ് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്? കിട്ടിയത് തിന്നാ പോലെ. അങ്ങനെ അവിടെയുള്ള ഒരു ഏട്ടൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങളൊരു കല്ലുമ്മക്കായി കിട്ടുന്ന പീടിയിലേക്ക് പോയി. അങ്ങനെ ഏതായാലും അവൻ വിചാരിച്ച കല്ലുമ്മക്കായി കിട്ടിയില്ലെങ്കിലും റഷീദ് ഖാന്റെ കല്ലുമ്മക്കായി നേരത്തെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കല്ലുമ്മക്കായി കുറച്ചധികം തണുത്തു പോയി. അതുപോലെ നല്ല എരിവായിരുന്നു എന്ന് കരുതി കഴിക്കാൻ മോശമൊന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെ കടലും നോക്കി കടൽക്കാറ്റും കൊണ്ട് കല്ലുമ്മക്കായും ചൂട് ചായയൊക്കെ കുടിക്കാൻ വേറെ തന്നെ ഒരു വൈബായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. പോകുന്ന വഴി വീണ്ടും വിശക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഏട്ടന് ഇഷ്ടപ്പെട്ട മറ്റൊരു ഹോട്ടലിനെ പറ്റി പറഞ്ഞത്. ഹോട്ടല് സാധാ ചെറിയൊരു ഹോട്ടലാണ് എന്ന് കരുതി അവിടെയുള്ള പലഹാരങ്ങൾക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല, ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വാങ്ങിയത് കൽമാസ് ആണ്. ഇത് മാവിന്റെ ഉള്ളിൽ ചിക്കനൊക്കെ ഫിൽ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഞാനൊരു മസാല ദോശയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കല്ലുമ്മക്കായി കഴിച്ചതിന്റെ ഒരു അപ്പോഴും നാവിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. കൽമാസ് ഏട്ടൻ അധികം ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ മസാല ദോശ കഴിക്കുന്നത് കണ്ടപ്പോൾ ഏട്ടൻ ഒരു നെയ് റോസ്റ്റും കൂടി വാങ്ങി. എനിക്ക് മസാല ദോശേന്റെ ഒന്നിച്ച് കിട്ടുന്ന കറികളെക്കാളും ഇഷ്ടം അതിന്റെ ഉള്ളിലുള്ള ആ ഒരു മസാലയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.